മലയാളം ബിഗ് ബോസ് സീസൺ 8 എത്തിയിരിക്കുകയാണ്. എത്തുന്നതിന് മുന്നോടിയായിട്ടുള്ള ബിഗ് ബോസ് അഗ്നി പരീക്ഷ തുടങ്ങിയിരിക്കുകയാണ്. അതായത് കോമണൽ മത്സരാർത്ഥികൾ തമ്മിൽ മത്സരിക്കുന്ന ഒരു ചെറിയൊരു മത്സരം. അതായത് ഒരു 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കോമണേഴ്സിന് മാത്രം വേണ്ടിയിട്ടുള്ള അഗ്നി പരീക്ഷ എന്ന് പറയുന്നത് ഇപ്പൊ ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് എത്ര പേര് സീസൺ 8ലേക്ക് കയറിക്കൂടും എന്നുള്ളത് വളരെ ആകാംക്ഷയോടുകൂടി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന കാര്യമാണ്. എന്നുവെച്ചാൽ സീസൺ 8 എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഷോ ഒക്കെ നടത്തി കോമണേഴ്സ് ഒക്കെ അതിന്റെ അകത്തേക്ക് കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ. എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ബിഗ് ബോസിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഈ സെലിബ്രിറ്റീസിനെ മാത്രം ബിഗ് ബോസിൽ പങ്കെടുത്താൽ മതിയോ? ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോ അതിന് വേണ്ടിയിട്ട് അഗ്നി പരീക്ഷ എന്ന് പറയുന്നത് നടത്തിയിരിക്കുകയാണ്. അതിലിപ്പോ ഫസ്റ്റ് എപ്പിസോഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒരു 40 പേരാണ് സത്യത്തിൽ മത്സരിക്കാനായിട്ട് വന്നത്. പക്ഷേ മത്സരാർത്ഥികൾ തമ്മിലുള്ള മത്സരത്തെക്കാൾ ഉപരിയായിട്ട് ജഡ്ജസ് തമ്മിലുള്ള ഒരു വാക്പോരായിരുന്നു ഞാൻ ഈ ഫസ്റ്റ് എപ്പിസോഡ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയാസും അഖിൽമാരാരും തമ്മിൽ ഒരു ചെറിയ പോട്ടി, അവർ തമ്മിലുള്ള ആ ഒരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ച അത് നമുക്ക് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ കണ്ട സമയത്ത് ഇതെന്താ ഇത് ജഡ്ജസ് തമ്മിൽ തന്നെ ആദ്യം തന്നെ അടിയാണല്ലോ ദൈവമേന്നാണ് ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത്. അവിടെ റിയാസും വിട്ടുകൊടുക്കുന്നില്ല, അഖിൽമാരും വിട്ടുകൊടുക്കുന്നില്ല. രഞ്ജിനി അതിന്റെ ഇടയിൽ പെട്ട പോലെയാണ് തോന്നിയത്. എന്നിരുന്നാലും രഞ്ജിനും വിട്ടുകൊടുക്കാതെ ലാസ്റ്റ് സമയത്ത് ഒന്ന് രണ്ട് അങ്ങോട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ജഡ്ജസ് തമ്മിൽ അടിയാവാണ്ട് ഈ അഗ്നി പരീക്ഷ എന്ന് പറയുന്ന ഈ ഒരു സംഭവം കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് തോന്നിപ്പോയി ഫസ്റ്റ് എപ്പിസോഡ് കണ്ട സമയത്ത്. എന്തായാലും നമ്മൾ ഇനി അഗ്നി പരീക്ഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 40 മത്സരാർത്ഥികളാണ് മത്സരിക്കാനായിട്ട് വന്നത്. അതിൽ ആദ്യം 20 പേർ ഇപ്പോൾ അകത്തേക്ക് കിടന്ന് അവർക്ക് ചെയ്യാനുള്ള ടാസ്ക് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതായത് ആദ്യം 40 പേർക്ക് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് പൂട്ടും താക്കോലും ഒരു ടാസ്ക് ആണ്. അവർക്ക് ഒരു പൂട്ടിയിട്ട് താക്കോല് കിട്ടുന്നതിനനുസരിച്ച് അത് വെച്ച് തുറക്കാൻ കഴിയുന്നവർക്ക് ആ ഒരു ക്ലൂ ഒക്കെ കൊടുത്തിരുന്നു. അവര് താക്കോല് എടുത്തു കഴിഞ്ഞാൽ അതുമ്പോ ക്ലൂ ഉണ്ടാവും. ആ ക്ലൂ അനുസരിച്ച് പോയിട്ട് ആ പൂട്ട് തുറക്കുന്നവർക്ക് അങ്ങനെ ഇതിൽ വിജയിക്കാം. അങ്ങനെ 20 പേർക്കാണ് അതിൽ വിജയിക്കാനായിട്ട് പറ്റിയത്. ഫസ്റ്റത്തെ ആ ഒരു ടാസ്കിൽ തന്നെ സത്യം പറയുകയാണെങ്കിൽ അടി നടന്നു. ആ ഒരു ഒറ്റ അടി കൊണ്ട് ഫേമസ് ആയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് വന്ന പൂജയായിരുന്നു. പൂജയ്ക്ക് അവിടെ ക്ലൂ കിട്ടി, കീയും കിട്ടി, പക്ഷെ തുറക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് പരിചയമുള്ള ഒരു പയ്യനായിരുന്നു. അവൻ വന്നിട്ട് ഞാൻ തുറക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ കീ വാങ്ങിച്ചു. അപ്പൊ പൂജ വിചാരിച്ചു എന്നെ ഹെൽപ്പ് ചെയ്യാനാണ് എന്ന് വിചാരിച്ചു പൂജ. പക്ഷേ അവൻ പറഞ്ഞ് ജഡ്ജസ് ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞൊരു കാര്യം, എനിക്ക് കീ കിട്ടി അവർക്ക് ക്ലൂ കിട്ടിയെന്ന്. പക്ഷേ അതവർ സമ്മതിച്ചു കൊടുത്തില്ല. അതായത് കീയും കിട്ടണം ഒരുമിച്ച്, ക്ലൂവും കിട്ടണം, എന്നാൽ മാത്രമേ സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെ ഒഴിവാക്കി. അപ്പൊ അങ്ങനെ തന്നെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ 40 പേരുള്ളതുകൊണ്ട് നമുക്ക് ഈ 40 പേരെ ശ്രദ്ധിക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ഒരു ഇംപ്രഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത അതുകൊണ്ടൊക്കെയാണല്ലോ നമ്മൾ ഒരാളെ ശ്രദ്ധിക്കാന്ന് പറയുന്നത്. അങ്ങനെ ഫസ്റ്റ് ശ്രദ്ധ പിടിച്ചു പറ്റിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത് 2 വ്യക്തികൾ, ഇവർ 2 പേരായിരിക്കും. പക്ഷെ മറ്റേ കൃഷിയെ നമ്മൾ പരിചയപ്പെടാത്തത് കൊണ്ട് പേരും കാര്യങ്ങളൊന്നും അവിടെ പറയുന്നില്ല. പക്ഷെ പൂജനെ പരിചയപ്പെട്ട് പൂജ അവിടെ ഒരു കരച്ചിൽ തന്നെ നടത്തി. അപ്പൊ ബിഗ് ബോസിലേക്ക് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻട്രി ചെയ്യാൻ പറ്റിയ മത്സരാർത്ഥിയാണെന്ന് തെളിയിച്ചു. എന്നുവെച്ചാൽ കരച്ചിലും തുടങ്ങി അവിടെ അങ്ങനെ ഒരു സംഭവം ഒക്കെ നടന്നതുകൊണ്ട് പൂജയ്ക്ക് അങ്ങനെ ഒരു കാര്യം അവിടെ ഒരു ഗുണമായിട്ട് കിട്ടിയെന്ന് വേണം എനിക്ക് തോന്നിയൊരു കാര്യം. അങ്ങനെ 20 പേര് അവിടെ അതിന്റെ ഉള്ളിലേക്ക് വന്നു. ഈ 20 പേരിൽ നിന്ന് ഈ 3 ജഡ്ജസ് 3 ഗ്രൂപ്പായിട്ട് തിരിച്ചു. ഈ 20 പേരെയും 3 ഗ്രൂപ്പായിട്ട് തിരിച്ചു. ആ ഗ്രൂപ്പില് 3 ഗ്രൂപ്പിനെയും അവിടെ ഒരു മത്സരം നടത്താണ്. ഓരോരോ ഗ്രൂപ്പിനും ഓരോ മത്സരങ്ങൾ. ആ മത്സരത്തിൽ വിൻ ചെയ്യുന്ന ആൾക്ക് അവിടെ ഒരു ലോക്കറ്റ് കിട്ടുന്നുണ്ട്. ഇൻഫിനിറ്റി പെൻഡന്റ് എന്ന് പറയുന്ന ഒരു ലോക്കറ്റ് കിട്ടുക അതില് വിൻ ചെയ്യുന്നവർക്ക്. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് മത്സരിച്ച് നമ്മുടെ റിയാസിന്റെ ഗ്രൂപ്പ് തന്നെയായിരുന്നു. റിയാസ് അവിടെ വലിയ കാര്യത്തിൽ ഓരോരുത്തരെ സെലക്ട് ചെയ്യുന്ന സമയത്തൊക്കെ വലിയ കാര്യത്തിൽ ഓരോരുത്തരെ ഭംഗി നോക്കി അത് ഇതെന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ അഖിൽമാരാർ കയറി ചൊറിയുന്നുണ്ടായിരുന്നു. അഖിൽമാരാർ ആൾക്കാരെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞ ഒരു കാര്യമാണ്. നമ്മുടെ റിയാസിന്റെ സീസണിൽ റിയാസ് ഒരു ടാസ്ക് കളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ റിയാസിനിട്ട് നാലെണ്ണം കൊടുത്തേനെ, ശരിക്കിട്ട് കൊടുത്തേനെ എന്നൊക്കെ തോന്നിയ ഒരാളുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഒരാളെ അഖിൽ അവിടെ സെലക്ട് ചെയ്തത്. അപ്പോ അടുത്തൊരു സെക്ഷൻ വന്ന സമയത്ത് റിയാസും വിട്ടുകൊടുത്തില്ല. അഖിൽമാരാറിന്റെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആ ആളെ റിയാസ് സെലക്ട് ചെയ്തു. അപ്പോ മൊത്തത്തിൽ ഞാൻ അതാണ് പറഞ്ഞത്, ജഡ്ജസ് തമ്മിലുള്ള ഒരു പോട്ടി അവിടെ നടന്നു എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇവിടെ അഖിൽമാരാരും റിയാസും വന്നത് സ്റ്റേജിൽ സംസാരിക്കുന്ന സമയത്ത് പോലും അഖിൽ സംസാരിക്കുന്ന സമയത്ത് റിയാസ് ഒരു കളിയാക്കിയിട്ടുള്ള ചിരിയും എക്സ്പ്രഷനും ആ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് റിയാസിന് തോന്നി. അപ്പൊ ജഡ്ജസ് തമ്മിലുള്ള ആ സ്വരച്ചേർച്ച അവിടെയാണ് നമുക്കത് കൃത്യമായിട്ട്
മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഈ മത്സരാർത്ഥികളുടെ വിഷയത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് റിയാസിന്റെ ഗ്രൂപ്പ് മത്സരിക്കുന്നു. റിയാസിന്റെ ഗ്രൂപ്പിന് കൊടുത്ത മത്സരം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ഗെയിം ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഗ്ലാസുകൾ ഇങ്ങനെ അട്ടിയായിട്ട് വെച്ചിട്ട് നമ്മുടെ ബസർ അടിക്കുന്നതിന് മുമ്പ് ഗ്ലാസുകൾ വീഴാതെ ഇരിക്കണം എന്നുള്ള ഒരു ഗെയിമാണ് അവിടെ റിയാസിന്റെ ഗ്രൂപ്പിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ വിൻ ചെയ്യുന്നവര് അകത്തേക്കും, അതായത് വിൻ ചെയ്യാതെ തോറ്റു പോകുന്നവര് ഔട്ട് ഹൗസ്, ആ ഹൗസിന് പുറത്തേക്ക് പോകാനുള്ള ഡേഞ്ചർ സോണിലേക്കും വരും എന്നാണ് പറഞ്ഞത്. അപ്പോ അതില് 3 പേര് വിൻ ചെയ്തിരുന്നു. അതിൽ അനഘ, അഭിറാം, പ്രണവ്, ഇവര് 3 പേര് വിൻ ചെയ്തിട്ട് അവിടെ സേഫ് സോൺ ആയിട്ടുണ്ട്. അതില് നമ്മുടെ പെൻഡന്റ് കിട്ടിയത് പ്രണവിനെയാണ്. ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയത് അതിൽ പ്രണവിനെയായിരുന്നു. അങ്ങനെ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ച ആൾക്കാരാണ് ഈ അഭിറാം ആണെങ്കിലും അനഘ, ആർജെ ആണെന്നാണ് പറഞ്ഞത്. ആർജെ, അനഘ, പ്രണവ്, ഇവരൊക്കെ. അതിൽ പ്രണവ് ഇൻഫിനിറ്റി കിട്ടി, ആ പെൻഡന്റ് കിട്ടിയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുള്ളൂ വിജയിച്ച ആൾക്കാരെ. ബാക്കിയുള്ളവര് ഔട്ട് ഹൗസിൽ, അതായത് ഡേഞ്ചർ സോണിലേക്ക് മാറി ഇരുന്നു. പിന്നെ രണ്ടാമത് നമ്മുടെ രഞ്ജിനിയുടെ ഗ്രൂപ്പാണ് മത്സരിച്ചത്. രഞ്ജിനിയുടെ ഗ്രൂപ്പിന് കൊടുത്തത് ഒരു റൗണ്ട് ഒക്കെ വെച്ചിട്ട്, റൗണ്ടിൽ വെച്ചിട്ട് ഒരു റിങ്, ആ റിങ്ങിന്റെ ഉള്ളിൽ നിന്നിട്ട് നമ്മള് വെള്ളംകര എന്ന് പറഞ്ഞിട്ട് നമ്മൾ കളിക്കില്ലേ, അതുപോലെയുള്ള ഒരു സംഭവമായിരുന്നു. പക്ഷെ ഇതിൽ വെള്ളംകര മാത്രമായിരുന്നില്ല, ഇതിൽ 4 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഒന്ന് ലെഫ്റ്റ്, ഒന്ന് റൈറ്റ്, ഒന്ന് ഇന്ന്, ഒന്ന് ഔട്ട് എന്ന് പറഞ്ഞിട്ട്. അതായത് ഇവരുടെ പേര് പറയുന്നതിനനുസരിച്ച്, ഇവരുടെ പേരുകൾ പറയുന്നതിനനുസരിച്ചായിരുന്നു. അതിൽ അഖിൽമാരാർ എന്ന് പറയുമ്പോൾ ഇന്ന്, റിയാസ് എന്ന് പറയുമ്പോൾ ഔട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രഞ്ജിനി എന്ന് പറയുമ്പോൾ ലെഫ്റ്റ്, അങ്ങനെയുള്ള ആ ഒരു ഗെയിമായിരുന്നു. അത് ഇത്തിരി പാടായിരുന്നു സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പേര് പറയുമ്പോൾ ഈ ലെഫ്റ്റും റൈറ്റും ഒക്കെ, എന്നാലും ഇതൊരു ഗെയിമല്ലേ, ഒരു ഇതല്ലേ, അതുകൊണ്ട് തന്നെ അതും നമുക്ക് അങ്ങനെ വിജയിച്ച് അവര് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയത് നമ്മുടെ പാർവതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്കാണ്. അതിൽ ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയത് നമ്മുടെ രഞ്ജിനി ഹരിദാസിന്റെ നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആയിരുന്നു ഒരു ബോൾ ടാസ്ക് ആണ് കൊടുത്തത്. അഖിൽമാരാറിന്റെ ഗ്രൂപ്പിന് കൊടുത്തതായിരുന്നു ഒരു ബോൾ ടാസ്ക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഗ്ലാസ്സുകൾ നിരത്തി വെച്ചിട്ട് അവര് ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു ബോളുകൾ. അതിങ്ങനെ ഗ്ലാസ്സിൽ വീഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വെറുതെ ഇട്ടാ പോരാ, ആ ടേബിളുമ കുത്തിയിട്ട് ആ ഗ്ലാസ്സിലേക്ക് വന്ന് വീഴണം. അങ്ങനെ ഒരു ഗെയിമാണ് അവർക്ക് കൊടുത്തത്. ഇതിൽ ജയിക്കുന്നവർ മാത്രമാണ് കേട്ടോ ആ ഡേഞ്ചർ സോണിൽ നിന്ന് മാറിയിട്ട് വിന്നാവുന്നതും. ബാക്കി ഇതിൽ നിന്ന് പുറത്താവുന്നവര് അവിടെ ഔട്ട് ഹൗസ് ആണ്, അതായത് ഡേഞ്ചർ സോണിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയത് ഷിജിൻ എന്ന് പറയുന്ന ഒരു കക്ഷിക്കാണ്. നമ്മുടെ അഖിൽമാരാറിന്റെ ഗ്രൂപ്പിൽ ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയത്. അപ്പൊ 3 ഗ്രൂപ്പിൽ നിന്നും ഓരോരുത്തർക്ക്, അതിന് 3 പേർക്ക് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയിട്ടുണ്ട്. ബാക്കി കുറച്ച് 8 പേരോളം, എനിക്ക് തോന്നുന്നു 8 പേരാണ്, 8 പേരോളം ഔട്ട് ഹൗസിലേക്ക്, അതായത് ഡേഞ്ചർ സോണിലേക്ക് പോയി. അപ്പോഴാണ് നമുക്ക് ആകെ കൺഫ്യൂഷനായി. ആ ഫസ്റ്റത്തെ ആ ഒരു പൂട്ടും താക്കോലും എന്ന് പറയുന്ന ഒരൊറ്റ ഗെയിം കൊണ്ട് അവര് 10-20 പേരെ പുറത്താക്കിയിരുന്നല്ലോ. 20 പേർക്ക് ഒരൊറ്റ ചാൻസ് ആണോ ഉള്ളേ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. എനിക്കും അങ്ങനെ തോന്നി. ഒറ്റ ചാൻസിൽ അവരങ്ങനെ പുറത്താക്കി. ഇത്രയും മത്സരാർത്ഥികൾ അവിടെ മത്സരിക്കാനായിട്ട് വന്നിട്ട് അതിൽ നിന്നൊരു 40 പേര് അവർ ചൂസ് ചെയ്തിട്ട് ഒരൊറ്റ ടാസ്ക് കൊണ്ട് അവരെ പുറത്താക്കുന്നത് മോശമാവില്ലേ എന്ന് തോന്നിയിരുന്നു. അത് അവർക്കും ഭയങ്കര വിഷമം ഉണ്ടാവില്ലേ, ഒരു ടാസ്കും കൂടി, ഒരു അവസരം കൂടി അവർക്ക് കൊടുത്താൽ നല്ലതല്ലേ എന്ന് തോന്നിയ സമയത്താണ് എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിൽ അടുത്തതും കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ആദ്യം പുറത്തായ 20 പേർക്ക് ഒരു ടാസ്ക് കൂടി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു അവസരം കൂടി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞത്. എന്തായാലും എനിക്ക് തോന്നുന്നു 40 പേരില് എത്ര പേര് ഇതിന്റെ ഉള്ളിലേക്ക് ബിഗ് ബോസ് സീസൺ 8 ഇൻ ചെയ്യും എന്നറിയില്ല. പക്ഷേ അത്യം കൂടുതൽ പേര് എടുക്കണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. സാധാരണ നമുക്ക് അധികം 2-3 പേരൊക്കെയാണ് വന്നിട്ടുള്ളത് മാക്സിമം സീസണില് കോമണർ മത്സരാർത്ഥികളായിട്ട്. ഒരു പക്ഷേ ഇത്തവണ അതിലും കൂടുതൽ പേര് സീസൺ 8 കോമണർ മത്സരാർത്ഥികൾ ഉണ്ടായിരിക്കാം. ഇത്തവണ ചിലപ്പോൾ ഒരു കോമണർ വിജയിയാണെങ്കിലോ പറയാനും പറ്റില്ലല്ലോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സീസണിൽ ഒരു കോമണർ വിജയിച്ചു എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ 21 പേര് മത്സരിക്കും, അതായത് ഇപ്പൊ 20 പേരെന്ന് പറയാം, ഈ 21 ദിവസം മത്സരങ്ങൾ നടക്കുന്നതിന്റെ ഈ ഒരു സമയത്തിനുള്ളില് ഈ കോമണർ മത്സരാർത്ഥികൾക്ക് തന്നെ ഒരു ഫാൻ സപ്പോർട്ട് ഉണ്ടാവും ഇല്ലേ. അപ്പൊ ഇവര് ബിഗ് ബോസ് മുന്നിലേക്ക് കയറുന്ന സമയത്ത് സത്യം പറയുകയാണെങ്കിൽ കോമണർ ആണെന്ന് പറയാൻ പറ്റില്ല. ഇവര് ചിലപ്പോൾ സെലിബ്രിറ്റികളായിട്ടായിരിക്കും ബിഗ് ബോസ് സീസൺ 8 മത്സരിക്കാനായിട്ട് വരുന്നത്. വെച്ചാൽ കോമണറായി വന്നെങ്കിൽ പോലും ഈ 21 ദിവസം കൊണ്ട് നമ്മൾ ഈ അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഈ ഒരു ടാസ്ക് അടങ്ങിയ ഈ ഒരു ഇത് കാണുന്ന സമയത്ത് നമുക്ക് ചിലരുടെ ഒരു കൂടുതൽ ഇഷ്ടം തോന്നും, അല്ലെങ്കിൽ അവർ കൂടുതൽ ഗെയിം കളിക്കുന്നതൊക്കെ ടാസ്ക് കളിക്കുന്നതൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നാനുള്ള ചാൻസ് ഉണ്ടല്ലേ. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അപ്പൊ ഇവരെങ്ങനെ പോയാലും സെലിബ്രിറ്റികളായി എന്ന് പറയേണ്ടി വരില്ലേ പിന്നെ ഇവര് ബിഗ് ബോസിലേക്ക് കയറുന്ന സമയത്ത്. അപ്പൊ പിന്നെ കോമണർ എന്ന് പറയേണ്ട ആവശ്യകത വരുന്നില്ല.
ബാക്കിയുള്ള സെലിബ്രിറ്റികളും കാര്യങ്ങളും ഒക്കെ ബിഗ് ബോസിലേക്ക് കയറുന്ന സമയത്ത് ഇവർക്കും സെലിബ്രിറ്റികളായിട്ട് തന്നെ ബിഗ് ബോസ് സീസൺ 8 മത്സരിക്കാൻ കയറാന്നാണ് എന്റെ ഒരു തോന്നൽ കേട്ടോ. എന്തായാലും സീസൺ 8 ഇങ്ങ് എത്തുകയാണ്. നമുക്കപ്പോ അതിന്റെ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവാം. അപ്പോ കഴിഞ്ഞ വർഷങ്ങളിൽ തന്നിട്ടുള്ള അതേ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് സീസൺ 8 കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നതെന്നൊക്കെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം.